നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ദുരിതം വിതച്ച മഴ. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഇരുനില കടമുറി കെട്ടിടം ഇടിഞ്ഞു. ഇടുക്കി മുള്ളരിക്കുടിയിൽ അംഗനവാടിക്ക് മുകളിൽ തെങ്ങ് വീണു. മഞ്ചേശ്വരത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഒലിച്ചുപോയി. വിഴിഞ്ഞം പുല്ലുവിളിയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒരാൾക്കായി തെരച്ചിൽ. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. ചെറായിൽ വഞ്ചി മുങ്ങി കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുന്നു. കൂത്താട്ടുകുളത്ത് മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. ജീവൻ നഷ്ടമായത് അമ്മാംകുളത്തിൽ അന്നക്കുട്ടിക്ക്. സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മലയോര മേഖലകളിൽ യാത്രാ നിയന്ത്രണം. ഡാമുകൾ തുറക്കുന്നു. നിറഞ്ഞൊഴുകി അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. കടുവയ്ക്ക് വെച്ച കൂട്ടിൽ കുടുങ്ങിയത് പുലി. മലപ്പുറം കരുവാരക്കുണ്ടിലെ നരഭോജി കടുവയ്ക്കായുള്ള കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. പാലക്കാട് കഞ്ചിക്കോട് കാട്ടാന മതിൽ തകർത്തു. പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പുലർച്ചെയോടെ ആന കാട് കയറി. പുതുശ്ശേരി KN പുതൂരിലാണ് ഒറ്റയാന ഇറങ്ങിയത്. പെരുമഴക്കാലം. സംസ്ഥാനമെങ്ങും മഴ കനത്തതോടെ നാശനഷ്ടങ്ങളും വ്യാപകമായി. 24 മണിക്കൂറിനിടെ 3 പേർ മരിച്ചു. കാറ്റിലും മഴയിലും വ്യാപകമായി കൃഷി നശിക്കുകയും വൈദ്യുതി ബന്ധം തകരാറിലുമായി. ട്രെയിൻ, റോഡ് ഗതാഗതത്തെയും മഴ കാര്യമായി ബാധിച്ചു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മരം വീണ് തകർന്ന വീട്ടിലുണ്ടായിരുന്ന വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെമ്പായത്തും വീടിനു മുകളിൽ മരം വീണു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് പുല്ലുവിള സ്വദേശി തഥയൂസ് മരിച്ചു. ഒരാളെ കാണാതായി. വർക്കല ഹെലിപാഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിൽ മരം വീണു. പാപനാശം തീരത്ത് നിന്ന് വിനോദസഞ്ചാരികളെ ഒഴിപ്പിച്ചു. കഴക്കൂട്ടത്ത് സൈനിക നഗറിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കൊല്ലത്ത് കാര്യമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചാത്തന്നൂർ നാഷണൽ ഹൈവേയിൽ മരം കടപുഴകി. വൈദ്യുതി ബന്ധം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. കൊട്ടാരക്കര പുത്തൂർ ചീരങ്കാവ് റോഡിൽ 11 kV പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു. വാളകം അണ്ടൂരിൽ ആഞ്ഞിലി മരം വീടിന് മുകളിലേക്ക് പതിച്ചു. കിഴക്കൻ മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി. അഞ്ചലിൽ കടകളുടെ ബോർഡുകൾ നിലംപൊത്തി. വെട്ടിക്കവല ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. മൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കടമുറി കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു. പത്തനംതിട്ടയിലും വ്യാപക നാശമുണ്ട്. നിരവധി വീടുകൾ തകർന്നു. 150-ലധികം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നദികളിൽ ജലനിരപ്പും ഉയരുകയാണ്. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചെങ്കിലും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പുറക്കാട്, തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശം വെള്ളത്തിനടിയിലായി. നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. 100-ലേറെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ്
തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരിച്ചു. അമ്മാംകുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ചെറായി തൃക്കിടാപ്പിള്ളിയിൽ വഞ്ചി മുങ്ങി കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ മരം വീണതോടെ പലയിടത്തും വീടുകൾ തകരുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇടുക്കി മുള്ളരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിന് മേൽ മരം വീണു. 285.13 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. 4,35 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. വിളവെടുക്കാറായ വാഴയും ഏലവും എല്ലാം നശിച്ചു. മാട്ടുക്കടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിൽ മരം വീണു. ഗ്യാരേജിലുണ്ടായിരുന്ന 2 വാഹനങ്ങൾ നശിച്ചു. പാലക്കാട് തച്ചനാട്ടുകര ആമരിക്കുണ്ട് പാടശേഖരത്ത് വൻ കൃഷിനാശമുണ്ടായി. കുലച്ച വാഴകൾ നിലംപൊത്തി. കണ്ണൂർ താവക്കരയിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് 50ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എടക്കാട് മാരാക്കണ്ടിത്തോട്ടിൽ പോത്ത് ഒലിച്ചെത്തി. എടക്കാട് ഹുസൻമുക്ക് മാരാക്കണ്ടിത്തോട് കരകവിഞ്ഞു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർത്തിയിട്ട കാർ ഒലിച്ചുപോയി. ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന ചെർക്കളയിൽ മണ്ണിടിഞ്ഞു. ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത്. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ ഡാമുകളിൽ ഇപ്പോഴുള്ളത് ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലധികം വെള്ളം. ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ സംസ്ഥാനത്തെ ഡാമുകളിൽ 2018-ലേതിന് സമാന സ്ഥിതി ഉണ്ടാകുമെന്നാണ് ആശങ്ക. അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നതോടെ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. കഴിഞ്ഞ 5 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ സംസ്ഥാനത്തെ ഡാമുകളിൽ കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലധികം വെള്ളമാണ് ഇപ്പോഴുള്ളത്. ഏതാണ്ട് 1500 ദശലക്ഷത്തിലധികം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള വെള്ളം ഇപ്പോൾ തന്നെ റിസർവോയറുകളിലുണ്ട്. കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് എല്ലാ കാലത്തും മെയ് 31 വരെ 500 മുതൽ 600 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതലായി സൂക്ഷിക്കാറുണ്ട്. എന്നാൽ കാലവർഷം നേരത്തെ എത്തിയതും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മഴ ലഭിച്ചതുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗമില്ലാതെ വന്നതും പ്രതിസന്ധിക്ക് കാരണമായി. 14.5% വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്ത് ഡാമുകളിൽ നിലവിൽ സംഭരണശേഷിയുടെ 37% വെള്ളമുണ്ട്. ഈ മാസത്തിൽ മുൻകൂട്ടി ജലവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ KSEBിക്ക് കഴിയാതെ പോയതും വലിയ പാളിച്ചയാണ്. വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നുവിട്ടു തുടങ്ങി. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല ഉള്ളത്. നിലവിൽ സംഭരണശേഷിയുടെ 38.69% വെള്ളമാണ് ഇടുക്കി ഡാമിലുള്ളത്. മുല്ലപ്പെരിയാറിൽ 127.85 അടിയാണ് ജലനിരപ്പ്. എന്നാൽ മറ്റ് ചെറു ഡാമുകളുടെ സ്ഥിതി വ്യത്യസ്തമാണ്. മലങ്കര ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. ഇടുക്കി കല്ലാർകുട്ടി ഡാമിലെ 5ഉം പൊന്മുടി പാമ്പള ഡാമുകളിലെ 3 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഡൈവേർഷൻ ഡാമുകളായ കല്ലാർ, ഇരട്ടയാർ എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. പെരിയാർ, ചിന്നാർ, മൂവാറ്റുപുഴ തുടങ്ങി സംസ്ഥാനത്തെ നിരവധി പുഴകളിൽ ജലവിധാനം ഉയർന്നു. പലയിടത്തും പ്രളയസാധ്യത മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ നിർദ്ദേശം. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിറഞ്ഞൊഴുകുകയാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയും പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതുമാണ് അതിരപ്പിള്ളിയിൽ ജലസമൃദ്ധിക്ക് കാരണമായത്.
വെള്ളച്ചാട്ടം കാണാൻ നിരവധി സഞ്ചാരികൾ അതിരപ്പിള്ളിയിൽ എത്തുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികൾ വനംവകുപ്പിന്റെ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് വാഴച്ചാൽ DFO സുരേഷ് ബാബു അറിയിച്ചു. മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം. നിയന്ത്രണം ലംഘിച്ച് നടത്തുന്ന ജീപ്പ് സവാരിയും ജീപ്പ് ട്രക്കിംഗും ഉൾപ്പെടെയുള്ളവയ്ക്കും നിരോധനമുണ്ട്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. വീഴ്ച വരുത്തുന്ന വാഹനം, സ്ഥാപനം എന്നിവ പിടിച്ചെടുക്കും. ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി വണ്ടിപ്പെരിയാർ വാളാടിയിൽ മരം വീണ് 2 ലയങ്ങൾ തകർന്നു. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ബാലമുരുകൻ, മുത്തുലക്ഷ്മി എന്നിവരുടെ ലയത്തിലാണ് മരം വീണത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ബാലമുരുകൻ, മുത്തുലക്ഷ്മി എന്നിവരുടെ ലയങ്ങളാണ് തകർന്നത്. വീട്ടുപകരണങ്ങളും തകർന്നു. ലയങ്ങൾക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന 2 ഓട്ടോറിക്ഷകളും തകർന്നു. അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റാൻ തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടും നടപടി. കൃഷിനാശമുണ്ടായാൽ നഷ്ടപരിഹാരം ലഭിക്കുവാൻ അക്ഷയ വഴി അപേക്ഷ നൽകണമെന്ന് കൃഷി വകുപ്പിന്റെ അറിയിപ്പ്. കൃഷിയിടത്തിൽ നിന്നുള്ള കർഷകന്റെ ഫോട്ടോ, ആധാർ കാർഡ്, സ്ഥലത്തിന്റെ കരമടച്ച രേഖ, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, ഫോൺ നമ്പർ എന്നിവ സഹിതം അപേക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ KSEBിക്ക് 121 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മന്ത്രി K. കൃഷ്ണൻകുട്ടി. വിവിധയിടങ്ങളിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുകയാണ്. കൂടുതൽ ജീവനക്കാരെ വിതരണ മേഖലയിൽ വിന്യസിക്കും. പൊട്ടിവീണ കമ്പികളിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം. ഡാമുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വെള്ളമുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. കൊട്ടാരക്കര പുത്തൂർ ചുങ്കത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കാറുടമ തെക്കിഞ്ചേരി സ്വദേശി വാസുദേവൻ പിള്ളയാണ് കാർ ഓടിച്ചിരുന്നത്. മറ്റൊരാളും കാറിലുണ്ടായിരുന്നു. തീ കണ്ടതിനെ തുടർന്ന് കാർ നിർത്തി ഇരുവരും പുറത്തേക്കോടി. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഇടുക്കിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം ചോഴിയംകോട് സ്വദേശി നവാസാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 22-നാണ് ആലത്തൂർ ഇരട്ടക്കുളത്ത് നവാസ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. എന്നും തുടരും. വന്യജീവി ശല്യം UDF പ്രചാരണ വിഷയമാക്കുകയാണ്. കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ അകപ്പെട്ട പുലിയെ നെടുങ്കയം കാട്ടിൽ തുറന്നു വിടരുതെന്നാണ് UDF ആവശ്യം.
പുലിയെ മൃഗശാലയിലേക്ക് മാറ്റണമെന്ന് വനം മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി AP അനിൽകുമാർ പറഞ്ഞു. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 15 ദിവസക്കാലമായിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്തിന്, കാളിയാവ് പഞ്ചായത്തിന് മുൾമുനിൽ നിർത്തിയ ഒരു സംഭവമാണ് ഇന്ന്. കടുവക്ക് വെച്ച കെണിയിൽ പുലിയാണ് കുടുങ്ങിയിട്ടുള്ളതെങ്കിലും ഇത് ഇവിടുന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമുക്കൊരു തീരുമാനം തരേണ്ടതുണ്ട്. ഇത് ഈ ഇവിടുന്ന് പുലിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ചെയ്യാന്നുള്ളൊരു വിവരം നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കരുവാരക്കുണ്ടിൽ നാട്ടുകാർ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. നിലവിൽ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം കൂടിയായി മാറുമ്പോൾ എന്തൊക്കെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ഇന്ന് രാവിലെയാണ് കളികാവ് C1 എസ്റ്റേറ്റ് ഡിവിഷനിൽ സ്ഥാപിച്ച കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കൂടിൽ പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കടുവയെ പിടികൂടാൻ കഴിയാത്തതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഏറ്റവും അവസാനമായിട്ട് കടുവയെ കണ്ട ഒരു മേഖല കൂടിയാണ് C1 എസ്റ്റേറ്റ് മേഖല. അവിടെയാണ് പുലി കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ പുലിയെ അബദ്ധത്തിൽ കുടുങ്ങിയതാണ്. പക്ഷെ കടുവയെ പിടികൂടുന്ന നടപടികൾ ആണ് ഇവിടെ പൂർത്തീകരിക്കേണ്ടത്. വലിയ തോതിൽ പ്രതിഷേധം 2 ആഴ്ചയായിട്ട് ഈ മേഖലയിൽ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് കരുവാരക്കുണ്ടിലെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ ഒരു പുലിയെ അതിനിടെ ഈ പിടികൂടിയായി പുലിയെ നെടുങ്കയം മേഖലയിൽ തുറന്നുവിടരുത് എന്ന ആവശ്യവും ഉയർത്തിയിട്ടുണ്ട്. AP അനിൽകുമാർ അടക്കമുള്ളവർ ഈ ഒരു ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നിലവിൽ പുലിയെ അമരമ്പലത്തെ RRTയുടെ ഓഫീസിന്റെ പരിസരത്തേക്കാണ് മാറ്റുക. 2-3 ദിവസം അതിനെ നിരീക്ഷിച്ച് അതിന്റെ ആരോഗ്യനില എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഉൾവനത്തിൽ, മലപ്പുറത്തിന്റെ ഭാഗമല്ലാതെ ഉള്ള ഉൾവനത്തിലേക്ക് തുറന്നുവിടാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. എന്നാലും പുലിയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത ശേഷമേ അത്തരം തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പുലി പിടിയിലായത് ഒരു തരത്തിൽ ആശങ്കയാണ് നൽകുന്നത്. കാരണം മേഖലയിൽ കടുവയ്ക്ക് വേണ്ടി വെച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. അപ്പോൾ ഇതുപോലെ ധാരാളം വന്യജീവികൾ അവിടെ ഉണ്ട്. ആ സാഹചര്യത്തിൽ ആളുകളുടെ ജീവന് സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്തം വനംവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ സത്വര നടപടികൾ മേഖലയിൽ കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. CV അനിൽകുമാർ അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിലകപ്പെട്ട പുലിയെ നെടുങ്കയം കാട്ടിൽ തുറന്നു വിടരുതെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. അതിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. AP അനിൽകുമാറിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കടുവ അവിടെ തൊട്ടടുത്ത് തന്നെ 3 ദിവസങ്ങളിലായി വനംവകുപ്പിന്റെ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കടുവ അവിടെ സ്വൈരവാരം നടത്തുന്നു. ഇപ്പോൾ പുലി കൂടി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. കടുവയ്ക്ക് വേണ്ടിയുള്ള ഈ ഓപ്പറേഷൻ വളരെ വിപുലമായിക്കൊണ്ട് ആ പ്രദേശത്തുള്ള കടുവയായാലും പുലിയായാലും ഒക്കെ തന്നെ പിടിക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ കൂട്ടിലകപ്പെട്ട പുലിയെ നെടുങ്കയത്ത് കൊണ്ടുവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. നെടുങ്കയത്തെ കരുളായി വനത്തിൽ കൊണ്ടുവിടുകയാണ് എന്നാണ് പറയുന്നത്. മഞ്ചേരിയിൽ നിന്ന് പിടിച്ച പുലിയെ നെടുങ്കയത്താണ് കൊണ്ടുവിട്ടത്. ആ പുലിയാണോ ഇവിടെ വന്ന പുലിയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം വനം വകുപ്പിനെ ഇതൊക്കെ നന്നായിട്ട് അറിയുമ്പോഴും പിടിച്ച പുലിയെ വീണ്ടും തൊട്ടടുത്തുള്ള കാടുകളിൽ കൊണ്ടുവിടാനുള്ള തീരുമാനം വനം വകുപ്പ് ഉപേക്ഷിക്കണം. മനുഷ്യനെ കടിച്ചു കൊല്ലുന്ന പുലി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വെറും വാക്ക് പറയുകയല്ല, അത് പ്രായോഗികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞങ്ങൾ ജീവനോടെ ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടരുത് എന്ന് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന മതിൽ തകർത്തു. അസിസി സ്കൂളിന് സമീപം ഗ്രീൻ ഗാർഡനിലാണ് ഒറ്റയാനെത്തിയത്. ഷിബു എന്ന കർഷകന്റെ വീടിന്റെ മതിലാണ് തകർത്തത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. വനംവകുപ്പ് എത്തി പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. 2 ആഴ്ചയായി ഒറ്റയാൻ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു.
കനത്ത മഴയിലും ഇടുക്കി ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം. അടിമാലി വാളറയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി. വാളറ പള്ളിപ്പടിയിൽ റൈജുവിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടുകൊമ്പനെത്തിയത്. വീട്ടുകാർ ഉണർന്ന് ആനയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും പുലർച്ചെയാണ് ആന തിരികെ കാട് കയറിയത്. പാലക്കാട് പട്ടാമ്പിയിൽ ജനങ്ങളിൽ ആശങ്ക ഉയർത്തി മീനുകൾ ചത്തുപൊങ്ങി. പട്ടാമ്പി നഗരസഭയ്ക്ക് കീഴിലെ കീഴായൂർ ആനങ്ങാട്ട് കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. സുരക്ഷ കണക്കിലെടുത്ത് കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിരോധിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായാണ് പട്ടാമ്പി കീഴായൂരിലുള്ള ആനങ്ങാട്ട് കുളത്തിൽ മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാപകമായി മീനുകൾ ചാവുന്നത് കണ്ടെത്തി. കട്ട്ല, പരലുകളി ഐറ്റംസ് ഒക്കെയാണ് അതിൽ ചത്ത് കൂടുതൽ കിടക്കുന്നത്. ഒരു 1.5 കിലോ 2 കിലോന്റെ 3 കിലോ തൂക്കലൊക്കെ ഉണ്ട്. പ്രകൃതിയിൽ മാറ്റം വരുമ്പോൾ ഭൂമിയുടെ അടിക്ക് ചൂടും മേൽഭാഗം തണുപ്പാണ് വരിക. അങ്ങനെ ചത്ത് ഈ കോറുകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പുഴയിലങ്ങനെ സംഭവിക്കില്ല. ഇതിപ്പോ എന്താ സംബന്ധം വ്യക്തമായിട്ടൊന്നും പറയാൻ വയ്യ. വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുളത്തിലെ വെള്ളവും ചത്തുപൊങ്ങിയ മീനും വിശദ പരിശോധനയ്ക്ക് അയച്ചു. ചത്തുപൊങ്ങിയ മീനുകൾ നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. സംഭവത്തെ തുടർന്ന് പരിശോധനാ ഫലം വരുന്നതുവരെ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റും താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുളത്തിൽ ഇറങ്ങരുത് എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ ജലപരിശോധനാ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എന്തായാലും ഈ ചത്തുപൊങ്ങിയ മീനുകളെ പിടിച്ചു മാറ്റുന്നുള്ള സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മത്സ്യസമൃദ്ധി പദ്ധതി വഴി മത്സ്യകൃഷിക്കായി നിക്ഷേപിച്ച മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. 3 കിലോ തൂക്കം വരുന്ന മീനുകളടക്കം ചത്തുപൊങ്ങിയവയിലുണ്ട്. എന്തെങ്കിലും രാസ വസ്തുക്കൾ കലർത്തി ബോധപൂർവം ഇത് ചെയ്തതാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിയിൽ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ട് സംഭവിച്ചതാണോ എന്നൊക്കെ നമുക്ക് പിന്നീടുള്ള പരിശോധനയിലെ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ കർശനമായ രീതിയിൽ തന്നെ നഗരസഭ നേരിടുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. എന്തായാലും പൊതുജനങ്ങൾക്ക് ഈ കുളം ഉപയോഗിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സൗകര്യം ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തരും. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ജനങ്ങൾ കുളിക്കുന്നതിനും മറ്റും ആശ്രയിക്കുന്ന മണ്ഡലത്തിലെ തന്നെ വലിയ കുളങ്ങളിലൊന്നാണിത്. ന്യൂസ് 18 പട്ടാമ്പി. റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ച് മാതൃകയായി നെടുമങ്ങാട് ട്രാഫിക് പോലീസ്. തിരുവനന്തപുരം തെങ്കാശി ദേശീയപാതയിൽ നെടുമങ്ങാട് പഴകുറ്റി ജംഗ്ഷനിലാണ് കുഴികൾ രൂപപ്പെട്ടത്. ഗതാഗതം ദുഷ്കരമായതോടെ സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് പോലീസുകാർ റോഡിലെ കുഴിയടച്ച് യാത്രക്കാരെ സഹായിക്കുകയായിരുന്നു. വെമ്പായത്തേക്കും മേലാങ്കോട്ടേക്കും ഉൾപ്പെടെ 4 പ്രധാന സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ജംഗ്ഷനാണിത്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നു. ദിവസവും ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവ്. കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയായി. PWD അധികൃതരെ അറിയിച്ചെങ്കിലും പരിഹാരമായില്ല. ഒടുവിൽ പോലീസുകാർ തീരുമാനിച്ചു സ്വന്തമായി കുഴിയടയ്ക്കാൻ, അതും പോക്കറ്റിലെ പണം ചെലവിട്ട്. മണലും സിമന്റും പാറപ്പൊടിയും മിക്സ് ചെയ്ത് പോലീസിന്റെ നിർമ്മാണ പ്രവർത്തനം. രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പീക്ക് ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രാഫിക് പോലീസ് ഇടപെട്ടിട്ട് ഞങ്ങൾ തന്നെ ശമ്പളത്തിൽ നിന്നുള്ള ഒരു വീതം എടുത്തുകൊണ്ട് കുഴി അടയ്ക്കാനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്മൂത്തായിട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയെങ്കിലും ട്രാഫിക് പോലീസിന്റെ ജോലിഭാരം കുറയുകയും യാത്രക്കാരുടെ ദുരിതത്തിന് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ SI ഷിബു, SP, ASI സനൽ, ഹോംഗാർഡുമാരായ മാഹിൻ, സതീഷ് തുടങ്ങിയവർ കുഴിയടയ്ക്കാൻ നേതൃത്വം നൽകി. ന്യൂസ് 18 നെടുമങ്ങാട്. അഡോണിന് കരൾ പകുത്ത് നൽകാൻ അമ്മ തയ്യാറാണ്. ഇനി കണ്ടെത്തേണ്ടത് ചികിത്സാ ചെലവിനായുള്ള ഭീമമായ തുകയാണ്. ഗുരുതര കരൾ രോഗബാധിതനായ 2ാം ക്ലാസ്സുകാരൻ അഡോണിന്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിന്